ഈയടോ, തനിക്ക് എന്റെ പേര് ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലടോ. ഉളുപ്പില്ലാതെ കേറി വന്നിരിക്കുന്നു. നാണമില്ലാതെ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയവന് നാണം കെട്ട് വരാനും പറ്റും. എന്നാ വലിച്ചു കെട്ടിക്കൊണ്ട് വന്ന മാന്യന്മാർക്കെങ്കിലും കുറച്ച് ഉളുപ്പ് വേണ്ടേ? അതെ, ഞങ്ങളുടെ ഉളുപ്പും മാനൊന്നും നീ ഇളക്കണ്ട. ശേഖരൻ നിന്റെ ഭർത്താവല്ലെന്നും നിന്റെ മക്കളുടെ അച്ഛനല്ലെന്നും നീ പറ. ശേഖരനെ ഞങ്ങൾ തിരിച്ചുകൊണ്ടേക്കോളാം. എന്തായി? നഷ്ടപ്പെട്ടു പോയ ഭർത്താവിനെയും അച്ഛനെയും തിരിച്ചു കിട്ടുമ്പോൾ സുശീലയ്ക്കും മക്കൾക്കും സന്തോഷാവൂന്ന ഞാൻ വിചാരിച്ചത്. സാധാരണ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. അമ്മയ്ക്ക് അച്ഛന്റെ കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് അച്ഛൻ പോയ ശേഷം അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും രോഷമാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾക്കും അച്ഛൻ തിരിച്ചു വന്നിട്ടും ഒരു സന്തോഷമില്ലാത്തത് എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മാഷേ, ഈ മനുഷ്യനെ ഇവരും ഞാനൊക്കെ കണ്ടിട്ടുള്ളത് വിച്ചുമോനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആളായിട്ടും മഴയത്ത് ഇങ്ങോട്ട് കയറി വന്നൊരു ഭ്രാന്തനായിട്ടൊക്കെയാ. പെട്ടെന്ന് അയാൾ അച്ഛനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. അത് ശ്യാം പറഞ്ഞത് ശരിയാണ്. മക്കളുടെ മനസ്സിൽ അച്ഛന്റെ ചിത്രമില്ലല്ലോ. സുശീൽ അച്ഛനെ കുറിച്ച് മക്കളോട് എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. ഞാൻ ഇയാളെ കുറിച്ച് എന്റെ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇയാളൊരു കള്ളനും ചതിയനും കുടുംബദ്രോഹിയുമാണെന്നാ. എന്റെ അനുഭവം അത്. ഒരുമിച്ച് ജീവിക്കുന്ന കാലത്ത് അത്രയ്ക്ക് ഇയാൾ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. അതൊക്കെ സഹിച്ചതും പോരാഞ്ഞ് 3 മക്കളെയും മൂക്കറ്റം കടവും എന്റെ തലയിൽ ഇട്ടിട്ട് കടന്നു കളഞ്ഞവനാ ഇയാള്. ഈ എരണം കെട്ടവൻ.